നമസ്കാരം അമേരിക്ക. പണ്ടൊരു കാലമുണ്ടായിരുന്നു. മനുഷ്യനും മൃഗങ്ങളുമൊക്കെ കാട് വീടാക്കി കഴിഞ്ഞ കാലം. പിന്നീട് അവൻ മെരുക്കാവുന്ന മൃഗങ്ങളെയൊക്കെ മെരുക്കി വരുതിയിലാക്കി കൂടും കുടുംബവുമായി കഴിയാൻ തുടങ്ങി. കാടിറങ്ങിയ മനുഷ്യൻ കാടുകളിൽ നല്ലൊരു ഭാഗം തെളിച്ച് വീടുകൾ പണിത് ഗൃഹസ്ഥരായി. വേട്ടയാടാവുന്ന മൃഗങ്ങളെ വേട്ടയാടിയും വനവിഭവങ്ങൾ ഉപയോഗിച്ചുമൊക്കെ ഒരു സിമ്പിൾ ലൈഫ്. പിന്നീട് ബുദ്ധി വളർന്നതോടെ മനുഷ്യജീവിതത്തിൽ ഏറെ മാറ്റങ്ങളുണ്ടായി. പലതരം വിപ്ലവങ്ങളിലൂടെ മാനവ സമൂഹം കടന്നുപോയി. തീയും ചക്രവുമൊക്കെ ജീവിത രീതിയിൽ ഏറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയപ്പോൾ മനുഷ്യനങ്ങ് മോഡേണായി. പിന്നെ അവൻ കൂടുതൽ കാടുകൾ വെട്ടിത്തെളിച്ച് കോൺക്രീറ്റ് വനങ്ങൾ നിർമ്മിച്ചു. കാട് വെട്ടിത്തെളിച്ചും സ്വാഭാവിക മരങ്ങൾ വെട്ടി ഏകവിളയും വാണിജ്യവിളയും ഒക്കെ നട്ടുപിടിപ്പിച്ചതോടെ മൃഗങ്ങൾ കാടിറങ്ങി തുടങ്ങി. 1940കളിലാണ് കേരളത്തിൽ കുടിയേറ്റം ആരംഭിച്ചത്. അതോടെ കാട്ടിൽ സ്വൈര്യമായി കഴിഞ്ഞ മൃഗങ്ങളുടെ സ്വൈര്യ ജീവിതം തടസ്സപ്പെട്ടെന്നും അവർ കാടിറങ്ങി തുടങ്ങിയെന്നും ഒരു വാദം. മനുഷ്യന്റെ പ്രവർത്തികൾ മാത്രമാണോ മൃഗങ്ങൾ കാടിറങ്ങാൻ കാരണം? മറ്റെന്തൊക്കെയായാലും നാട്ടിലിറങ്ങി ശല്യക്കാരാക്കാൻ മൃഗങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്തൊക്കെയാവും? മറ്റു നാടുകളിൽ എങ്ങനെയാണ് കാടും നാടും തമ്മിലുള്ള സന്തുലിതാവസ്ഥ പരിപാലിക്കുന്നത്? പരസ്പരം കൊന്നൊടുക്കാതെ മനുഷ്യനും മൃഗങ്ങൾക്കും എങ്ങനെ ഭൂമിയുടെ തുല്യ അവകാശികളാകാം? മനുഷ്യനെയോ മൃഗങ്ങളെയോ വേദനിപ്പിക്കാതെ പ്രശ്നപരിഹാരം സാധ്യമോ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്ക് ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. കാട്ടിലെ ഹീറോ, നാട്ടിലെ വില്ലനും. ഇന്നത്തെ എൻ്റെ അതിഥികൾ FWC ലീഡ് ഏരിയ വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റും വന്യജീവി ജീവശാസ്ത്രജ്ഞനുമായ ഷോൺ എം മെക്യൂ, കേരള ഇൻഡിപെൻഡന്റ് ഫാമേഴ്സ് അസോസിയേഷൻ അംഗമായ ക്രിസ് കുര്യാക്കോസ്, പ്രൊഫഷണൽ ഹണ്ടറും വ്ലോഗറുമായ നോയൽ മാത്യു എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്ക് ആദ്യം ശ്രീ നോയലിലേക്ക്. നോയൽ ഒരുപാട് പ്രൊഫഷണൽ ഹണ്ടിങ് ചെയ്തിട്ടുണ്ട്, ഇക്കാര്യത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നോയലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മളൊക്കെ ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ വായിച്ചിട്ടുള്ളവരാണ്. സർവ്വചരാചരങ്ങൾക്കും അർഹമായതാണ്, അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു പുഴുവായാലും പ്രാണിയായാലും ജീവിയായാലും പൂമ്പാറ്റയായാലും വവ്വാലാണേലും ഒക്കെ ഇവർക്കെല്ലാം ഒന്നിച്ച് ജീവിക്കാൻ, നമ്മോടൊപ്പം ജീവിക്കാൻ റൈറ്റ് ഉണ്ടെന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നത്. പക്ഷെ എപ്പോഴാണ് ഇതിലൊരു വയലേഷൻ ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഈ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് മാത്രമല്ല അവർ ഇത്ര ശല്യക്കാരാകാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്? അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? നോയലിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഈ ഒരു മേഖലയിൽ. ഞാൻ അമേരിക്കയിലാണ് പ്രൊഫഷണൽ ഹണ്ടിങ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 16 വർഷം. ഞാൻ വന്നിട്ട് 16 വർഷമായി. വന്ന നെക്സ്റ്റ് ഇയറിൽ തന്നെ ഞാൻ ഹണ്ട് ചെയ്യാൻ പോയി തുടങ്ങി. ഇപ്പം ഞാൻ നാട്ടിലെ കാര്യങ്ങൾ വാച്ച് ചെയ്യാറുണ്ട്. നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഇതിന്റെ ഒരു തിക്താനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പം ഈ രണ്ട് സിറ്റുവേഷനും, അപ്പൊ അമേരിക്കയിലുള്ള സിറ്റുവേഷനും നാട്ടിലെ സിറ്റുവേഷനും വ്യക്തമായിട്ട് ഏകദേശം ഒക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത് ഈ സ്ഥല പരിമിതി, എണ്ണത്തിൽ ഉണ്ടായ വർധനയാണ് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം കൂടാനുള്ള വ്യക്തമായ കാരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു സ്ഥലത്ത് ഒരു വനത്തിൽ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി, അത് എത്ര ഏരിയ ആണോ ആ ഏരിയക്കുള്ളിൽ ഏത് മൃഗമാണെങ്കിലും അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു ഏരിയ വേണം. അതല്ലെങ്കിൽ അവർ പുറത്തേക്ക് പോകാന്നുള്ള അവർക്ക് ഓപ്ഷൻ ഉള്ളൂ. അത് അവരുടെ കുറ്റമല്ല. പെരുകി കഴിയുമ്പോൾ കൂടുതൽ ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യും. അത് ഏത് വന്യമൃഗമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആ ഒരു കാര്യമാണ്, നമ്മുടെ വനവിസ്തൃതി കുറഞ്ഞതല്ല, വനത്തിൽ മൃഗങ്ങൾ കൂടിയതാണ് ഇതിന് ഒരു കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ ഈ മൃഗങ്ങളുടെ എണ്ണം ഇത്രയധികം പെരുകാനുള്ള ഒരു കാരണം, അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്ന കുടിയേറ്റത്തിന്റെ ഭാഗമായി നിരവധി പേര് കാട് കയറി വനം വെട്ടിത്തെളിക്കുന്നു. അത് മാത്രവുമല്ല, ഈ സ്വാഭാവിക വനം, ഇവരുടെ ഒരു ആവാസ വ്യവസ്ഥയിൽ അവരെത്രത്തോളം കംഫർട്ടബിളായി കഴിഞ്ഞോ ആ സ്വാഭാവിക വനം വെട്ടിത്തെളിച്ചതിന് ശേഷം നമ്മൾ അവിടെ ഏകവിളയും നമ്മുടെ കമേഴ്സ്യൽ ക്രോപ്സും ഒക്കെ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്തരത്തിൽ അവരുടേതായ ആ ഒരു സ്വൈര്യമായ, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ബയോഡൈവേഴ്സിറ്റിയെ നശിപ്പിച്ചതിന് ശേഷം നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മൾ അതിനെ മാറ്റിയെടുത്തു. അതൊരു കാരണമാകാമോ? ഇത് ഒരു എന്താ പറയാ, ഒരു 50% ആൾക്കാരെങ്കിലും വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്.
എപ്പോഴും വനം വെട്ടി തെളിക്കുന്നു, വനം നശിപ്പിച്ചു, വനത്തിൽ കയ്യേറി നമ്മളവിടെ കാട് വെട്ടി കൃഷി നടത്തുന്നു. ഇത് നമുക്ക് തെറ്റായ ഒരു ധാരണയാണ്. ഈ വനം കയ്യേറ്റം നിന്നിട്ട് ഇപ്പം എത്രയോ വർഷങ്ങളായി. വനഭൂമി കംപ്ലീറ്റ്, നമ്മുടെ കേരളത്തിലെ കംപ്ലീറ്റ് വനഭൂമി ജണ്ടയിട്ട് തിരിച്ചു. അവിടെ ഒരു മനുഷ്യന് പോലും അതിന്റെ അകത്തേക്ക് കയറാൻ ഉള്ള അധികാരം ഗവൺമെന്റ് കൊടുക്കുന്നില്ല. അപ്പൊ പിന്നെ അതിന്റെ അകത്ത് കയ്യേറി കൃഷി നടത്തുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കുക പോലും വേണ്ട. കയറി ഒരു കമ്പ് വെട്ടാൻ പോലുള്ള അധികാരം ആർക്കുമില്ല. അപ്പൊ അങ്ങനെ കയറി കഴിഞ്ഞാൽ അവൻ ജയിലിൽ പോകുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വനം കയ്യേറ്റം എത്രയോ കാലങ്ങൾക്ക് മുന്നേ തന്നെ അവസാനിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് വനം കയ്യേറിയിട്ട് അല്ലെങ്കിൽ വനഭൂമി വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യാൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ട അനുസരിച്ചാണ് തിരുവിതാംകൂറിൽ നിന്ന് മലബാർ ഏരിയയിലൊക്കെ, ഞങ്ങളൊക്കെ മലബാർ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരാണ്, അങ്ങോട്ടൊക്കെ ആൾക്കാർ കുടിയേറിയത്. അപ്പം ആ ഒരു സിറ്റുവേഷൻ ഒക്കെ എന്നോ കഴിഞ്ഞു. ഇപ്പം വിസ്തൃതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ സ്വാഭാവിക വനം വെട്ടിത്തെളിച്ച് തേക്ക് കൃഷി, യൂക്കാലി കൃഷിയൊക്കെ നടത്തിയിട്ടുള്ളത് നമ്മുടെ സർക്കാർ തന്നെയാണ്, അല്ലാതെ കൃഷിക്കാരല്ല. അപ്പൊ കൃഷി ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഉപജീവനത്തിന് വേണ്ടി, അവർക്ക് ജീവിക്കാൻ വേണ്ടി ചെറിയ കൃഷികളൊക്കെ ചെയ്ത് ജീവിച്ചു വന്ന ആൾക്കാർ. ഞാൻ ചോദിക്കട്ടെ എനിക്ക് ഒരു കാര്യം എപ്പോഴും സ്പെസിഫിക് ആയിട്ട് പറയാനുള്ളത് കാര്യം, നമ്മുടെ ഈ വന അതിർത്തി താമസിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് യാതൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് അവരവിടെ ജീവിക്കുന്നത്. അവർക്ക് ടൗണിൽ വന്നൊരു വീട് വാങ്ങി അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങി അവിടെ ഒരു വീട് വെച്ച് ജീവിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ടാണ് അവർ കഷ്ടപ്പെട്ട് ഈ ശല്യം എല്ലാം സഹിച്ച്, ആലോചിച്ച് നോക്കണം, രാത്രി കിടന്നുറങ്ങുമ്പോൾ ജനലിനകത്തൂടെ ഒരു ആനയുടെ തുമ്പിക്കൈ നീണ്ടു വരുന്ന ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ മക്കളെയും മാതാപിതാക്കളെ എല്ലാം ഒരുമിച്ചൊരു ചെറിയ വീടിന്റെ അകത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസമല്ല 2 ദിവസമല്ല, ഇത് തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ. ഞാനത് നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് മലമ്പ്രദേശങ്ങളിലുള്ള കുറെ ആൾക്കാർ, എന്റെ സുഹൃത്തുക്കളുണ്ട്, അവരുടെയൊക്കെ സ്ഥലങ്ങളിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറയുന്ന കഥകൾ ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം കൃത്യമായിട്ട് അറിയുന്ന ഒരു സിറ്റുവേഷൻ ആണത്. അപ്പം ഇത് വനവിസ്തൃതി കുറഞ്ഞത് കൊണ്ടല്ല, വനം കയ്യേറ്റമൊക്കെ ഏതോ കാലത്ത് നിന്നതാണ് സംഭവം. പക്ഷേ ഈ പെരുപ്പം കൺട്രോൾ ചെയ്യാനൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ നമ്മളുടെ ആരുടെയും നമ്മുടെ നിയമത്തിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ വീണ്ടും വീണ്ടും പെരുകിക്കൊണ്ടിരിക്കുന്നത്. Okay, let's ask Sean. Hi, Sean. Hi, how are you? How are you? I'm fine. Thank you. How are you? Wonderful. Doing great down here in Yeah. South Florida. So I heard that you had a wide variety of experience in this field, and you had been to Amazon forests, and you had many experience with many encounters. So could you please share your experience with our viewers? Sure. I've done research in the Amazon rainforest, working with large carnivores like jaguar and puma. Also done work with Florida panthers here in South Florida as well, and done a bit of work in Africa working with leopards. Generally, there's a kind of a common theme with large carnivores and human wildlife conflict, and I understand that India is no exception. And it's a very complicated balance between conservation and human advancement and livelihood. And so I've worked in that kind of field for some time now. Okay, thank you. ക്രിസിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഈ ഒരു ഫീൽഡിൽ. അപ്പോൾ ക്രിസിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ പലരും പറയാറുണ്ട്, നമ്മൾ ഈ പല കാട്ടാനകളെയും വിളിക്കുന്നത് അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ എന്നൊക്കെയാണ്. കാരണം ഇവർക്ക് ഇഷ്ടപ്പെട്ട ചില ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, ഇതിനു വേണ്ടി ഇവർ കാടിറങ്ങി നാട്ടിലേക്ക് വരുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ വനവിഭവങ്ങളുടെ ചൂഷണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശോഷണം, അതിൻ്റെ ഒരു കുറവ് എന്ന് പറയുന്നത് ഈ മൃഗങ്ങൾ നാട്ടിലേക്ക് വരാൻ ഒരു കാരണമായോ? അല്ലെങ്കിൽ ക്രിസിൻ്റെ അഭിപ്രായത്തിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇവരിപ്പോൾ ഈ കാടിറങ്ങി നാട്ടിലേക്ക് വരുന്നത്? എന്റെ അഭിപ്രായത്തില് നമ്മുടെ നോയൽ പറഞ്ഞതുപോലെ ഇതിന്റെ എണ്ണം കണ്ടമാനം വർദ്ധിച്ചു. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1972 ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മൃഗങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു. എന്നാൽ 50 വർഷം കഴിഞ്ഞ് ഇപ്പൊ ആ സ്ഥിതി മാറി. ധാരാളം മൃഗങ്ങൾ ഓരോ ദിവസം കഴിയുന്നവർ പെറ്റി വരികയും ഇപ്പോ ഇന്നൊക്കെ നമ്മുടെ ഇടുക്കി ജില്ലയില് പൂപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനങ്ങള് NH ഉപരോധിക്കുകയാണ്. തേനി മൂന്നാർ റോഡ് ഉപരോധിക്കുകയാണ്. ഓരോ ദിവസങ്ങളിലും ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് 3-4 പേരെ അവിടെ കാട്ടാന ചവിട്ടി കൊന്നു കഴിഞ്ഞു. അപ്പം ഇത്രയേറെ എണ്ണത്തി വർധന ഉണ്ടാകുമ്പോഴെങ്കിലും ഇതിനെ ശാസ്ത്രീയമായിട്ട് ഇതിനെ കള്ള് ചെയ്ത് മാറ്റുക എന്നുള്ളതല്ലാതെ ഇതിനൊരു പോംവഴിയില്ല. ഇപ്പൊ നമുക്കറിയാം, പാലക്കാട് തോണിയിൽ നിന്ന് ഒരു ആനയെ പിടിക്കുന്നു. അത് PT7 എന്നുള്ള ഒരു കൊലയാളി ആന. അപ്പൊ അതിന് പേരിടുന്നു, അതിനെ കാൽപ്പനികതയും കവിതാഭാവയും ഒക്കെ ചേർത്ത് ഇതിനെ വളരെ ഒരു വികാരപരമായിട്ടാണ് ആളുകൾ കാണുന്നത്. എന്തിനാണ് ഇതൊരു വൈൽഡ് ആനിമലാണ്, ഇതിനെ എന്തിനാണ് ഇത്ര ഒരു വികാരപരമായിട്ട് ഇതിനെ ഈ കൊണ്ടു നടക്കുന്നതാണ് മനസ്സിലാകാത്തത്.
അത് വികാരപരമായി കൊണ്ടു നടക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആൻസർ മാത്രമേ ഉള്ളൂ. കാരണം എല്ലാ ചരാചരങ്ങളും ഭൂമിയുടെ അവകാശികളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മാനവ സമൂഹം നമുക്ക് ചുറ്റുപാടുമുണ്ടല്ലോ. അപ്പോൾ ഈ മനുഷ്യനോ മൃഗങ്ങൾക്കോ രണ്ടു കൂട്ടർക്കും വേദനിക്കാതെ, രണ്ടു കൂട്ടരെയും വേദനിപ്പിക്കാതെ ഇതിനൊരു പരിഹാരമെന്ന നിലയിലാണ്. കാരണം അതിനും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. ആ ഒരു റൈറ്റ് ബേസ് ചെയ്തിട്ടാണ് ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷെ അവിടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണ്. ഈ മരിച്ചുപോയവരുടെ കുടുംബാംഗങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഈ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആന റേഷൻ കട തകർത്ത് അരി തിന്നുന്നതാണ് അതിന്റെ ഒരു പ്രധാന ഹോബി. ഇപ്പൊ കഴിഞ്ഞ ഒരു 13 മാസം കൊണ്ട് 8ഉം ഇന്നലെ രാത്രി അതും കൂടെ കൂട്ടി 9ാമത്തെ തവണ റേഷൻ കട തകർത്ത് കഴിഞ്ഞു. അപ്പൊ ഇത് മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എത്ര വലുതാണ്, എന്തുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല? ഇനി ഇതുപോലെ തന്നെ ഈ ഒരു സാധനത്തിനെ റെസ്ക്യൂ ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു, അതിന് വേണ്ടി വരുന്ന ചെലവ്, അതിന് അവിടെ കൊണ്ടിരുന്ന ആൾക്കൂട്ടം, അത് മൊത്തം ആ എൻ്റെ ക്രൂവിന്റെ, അത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ സർക്കാർ വളരെ നഷ്ടത്തിലാണെന്ന് എപ്പോഴും പറയുന്നത് കേൾക്കാം. അപ്പം എത്ര കോടി രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് വകയിരുത്തുന്നത്? ഈ ഒരു ജീവിക്ക് വേണ്ടിയിട്ട് ഇത്രയും പണം ചെലവാക്കി ഇതിനെ ഒക്കെ ഒരു പിന്നെ സാധാരണഗതിയിൽ ഇതിനെ ഇങ്ങനെ കാൽപ്പനികമായിട്ടൊന്നും കാണാതെ കണ്ട് ലാഭകരമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യണം. ഈ വെറും 10-12 അല്ല 100-150 രൂപയുടെ ഒരു LG തോട്ടായ തീരേണ്ട കാര്യമാണ് ഈ പറഞ്ഞ് ചുമന്നുകൊണ്ട് നടക്കുന്നത്. ഇതാണ് പക്ഷെ ക്രിസ്ത്യൻ, കേരള നമ്മുടെ ഇൻഡിപെൻഡന്റ് പാർലമെന്റ്. വന്യജീവി സംരക്ഷണ നിയമമൊക്കെ ഇല്ലേ? നമ്മുടെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ പല കാറ്റഗറികളുണ്ട്. ക്ഷുദ്രജീവികൾ എന്ന് നമ്മൾ വിളിക്കുന്ന കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇവയെ കൊല്ലണമെങ്കിൽ പോലും നമുക്ക് നിയമത്തിൻ്റെതായ ഒരുപാട് നൂലാമാലകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിയമം നിയമങ്ങളും കാര്യങ്ങളും നിലവിലുള്ള ഒരു നാട്ടിൽ നമ്മൾ ഈ പറയുന്ന ഈ തോട്ടം കൊണ്ട് നശിപ്പിക്കാവുന്ന അത്ര ഈസി അല്ല കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഈസിയാണ്. 50 വർഷം മുമ്പ് എഴുതപ്പെട്ട ഒരു നിയമം അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടാക്കിയതാണ്. ആ നിയമങ്ങൾ മാറ്റണം. അതിനാണ് നമുക്ക് നിയമനിർമ്മാണ സഭ. അപ്പോൾ നമ്മളെല്ലാവരും ചോദിക്കുന്നത് ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? അത് പരസ്പരം കൊന്നു തീരാതെ എന്താണ് സൊല്യൂഷൻ എന്ന് ചോദിക്കുന്നവരാണ് കൂടുതലെന്നാണ് എനിക്ക് മനസ്സിലാക്കാനാകുന്നത്. അപ്പോൾ ഈ ഒരു വശത്ത് വന്യമൃഗങ്ങളുടെ എണ്ണം കൂടുന്നു. അപ്പോൾ ഈ എണ്ണം കൂടുന്നതിനെ ശാസ്ത്രീയമായി നിയന്ത്രിക്കുകയാണോ? അതോ ഈ പറയുന്നത് പോലെ എണ്ണം ഒരു വശത്ത് കൂടിക്കോട്ടെ, ഇവരിറങ്ങി വന്നാൽ അവരെ ഏത് വിധേനയും കൊന്നൊടുക്കുക എന്നുള്ളതാണ്? ഇതിനൊരു പ്രായോഗിക പരിഹാരം എന്താണ്? ഇത് പ്രായോഗിക പരിഹാരം ക്രിസ്റ്റീന തന്നെ പറയാം. ഇപ്പം മുഹമ്മദ് ബഷീറിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് പറഞ്ഞതുപോലെ ഇപ്പം സഹവാസം നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ സഹവസിച്ച് പോകണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ജീവികളാണ്, സഹവസിച്ച് പോകണം. ഒരൊറ്റ ക്വസ്റ്റനേ ഉള്ളൂ. ക്രിസ്റ്റീനയുടെ വീട്ടിലേക്ക് ഒരു ആന സഹവസിക്കാനോ കാട്ടുപന്നി സഹവസിക്കാനോ വന്നാൽ നമുക്കത് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ആ ഒരൊറ്റ അല്ല. വിഷയമാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അതെ, ഒരു അതാണ് ഇവിടെ വിശാലമായ നമുക്ക് പ്രശ്നം. അർത്ഥത്തിൽ ഈ ആന അവിടെ വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ആന വരുന്നില്ലെങ്കിൽ, ആന എന്റെയോ ക്രിസ്റ്റീനയുടെ വീട്ടിലേക്ക് വരുന്നില്ലെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ആർക്കും പ്രശ്നമില്ല. ഞാൻ അല്ലെങ്കിൽ ക്രിസ്റ്റീന അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കേൾക്കുന്ന ആരെങ്കിലും ജീവിക്കാൻ വേണ്ടി കൃഷി ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഒരു വർഷത്തെ അവരുടെ കൃഷി, ഈ ഒരു വർഷത്തെ മൊത്തം വരുമാനമാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ആന, പന്നി, കുരങ്ങ് എല്ലായിടത്തും തീരുമാനാക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ അവരെ, ഞാൻ പറയട്ടെ, സഹവാസം എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യനും ജീവിക്കാൻ അനുവദിക്കണമല്ലോ. മൃഗങ്ങൾ മാത്രം ജീവിക്കുക എന്നുള്ളതല്ല. മനുഷ്യനും സമാധാനവും സന്തോഷവും കിട്ടുന്ന സന്തോഷം, അതായത് ഈ പറഞ്ഞ വാഴകൃഷിക്കാരന് അവന് സന്തോഷം കിട്ടുന്ന അവസാനം 10 മാസം കഷ്ടപ്പെട്ടിട്ട് 10ാമത്തെ മാസം കൊല വെട്ടി കൊണ്ടുപോയി കൊടുത്തിട്ട് കിട്ടുന്ന വില, അത് അന്നേരം ഈ കച്ചവടക്കാരൻ തീരുമാനിക്കുന്ന വില, അത് എത്രയാണോ അത് വാങ്ങി കയ്യിൽ വെച്ച് ബാങ്കിൽ കൊണ്ട് ലോൺ അടച്ച് കഴിയുമ്പോഴാണ് അവന് ഈ പറയുന്ന സന്തോഷം കിട്ടുന്നത്. അതുവരെ അവന് സന്തോഷമില്ല, ടെൻഷനാണ്. അപ്പം ഈ പറയുന്ന വാഴകൃഷിക്കാരനും ഈ കമുക് കൃഷിക്കാരനും തെങ്ങ് കൃഷിക്കാരനും ഏലകൃഷിക്കാരനും സന്തോഷിക്കാനും സഹവസിക്കാനും അവകാശമില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനിപ്പോൾ വേറൊരു കാര്യം, നമ്മൾ ഈ പണ്ട് മുതൽ നമ്മുടേതായിട്ടുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള പല മാർഗങ്ങളും നമ്മുടെ പണ്ടുള്ള കുടിയേറ്റ കർഷകരടക്കമുള്ളവർ ഉപയോഗിച്ചിരുന്നു. അത് പാട്ട കൊട്ടിയും വലിയ ലൈറ്റ് തെളിയിച്ചും ഒക്കെ ഈ മൃഗങ്ങളെ ഓടിക്കുക എന്നുള്ള. അതിനുശേഷം നമ്മുടെ സർക്കാർ വന്നപ്പോൾ പലതരത്തിലുള്ള ഈ സൗരോർജ്ജ വേലി, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫെൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരീക്ഷിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്. അതായത് കുറച്ച് നാൾ സൗരോർജ്ജ വേലി പരീക്ഷിച്ചു നോക്കും, കുറച്ച് നാൾ കഴിയുമ്പോൾ അതങ്ങ് ഉപേക്ഷിക്കുന്നു. അതിനുശേഷം വേറൊരു മെത്തേഡ്, വേറെ ഒരു ഗ്രൂപ്പ് പറയുന്നു എന്നാൽ ഇത് ഉപയോഗിക്കാം, എന്നാൽ കുറച്ച് നാൾ അത് ഉപയോഗിച്ചേക്കാം. അപ്പോൾ ഇതിലൊരു കൺസിസ്റ്റൻസി ഇല്ലായ്മ ഉണ്ടാകുന്നു. പല മാർഗങ്ങൾ തുടർച്ചയായി പരീക്ഷിക്കുന്നു. ഒന്നും തുടർച്ചയായി പരീക്ഷിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ഈ വനം വകുപ്പ് തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ?
ഇതൊരു ആക്ഷേപം അല്ല, ഇതിലൊരു ഫാക്ട് ഉണ്ട്. അതായത് ഈ സംഭവങ്ങളൊന്നും പ്രാക്ടിക്കൽ അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ വനാതിർത്തിയിൽ കിടങ്ങ് കുഴിക്കുന്നു. കിടങ്ങ് കുഴിക്കാനുള്ള ചെലവ് മനസ്സിലാക്കണം. ഈ വന അതിർത്തി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒരു നിരന്ന് കിടക്കുന്ന സ്ഥലമല്ല. ഒരു കുന്നിന്റെ ബോർഡറോ അല്ലെങ്കിൽ ഒരു പുഴയുടെ സൈഡോ ഒക്കെ ആയിരിക്കും. അവിടെ ഒരു കിടങ്ങ് കുഴിക്കുക എന്ന് പറഞ്ഞാൽ എത്ര നാളത്തെ അധ്വാനമാണ്. അവിടെ കറണ്ട് വേലി സ്ഥാപിക്കുന്നു. ഇതൊന്നും നിലനിൽക്കുകയില്ല. കാരണം പല പല മൃഗങ്ങളും, ഇപ്പം ആന 2 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഏറ്റവും സ്ലോപ്പായിട്ട് സ്ഥലത്തൂടെ ആന 2 പ്രാവശ്യം ഇറങ്ങി താഴോട്ടിറങ്ങി കഴിഞ്ഞാൽ ആ സ്ലോപ്പ് ലെവലായി ആന വീണ്ടും കയറി പോകും. ഇത് എത്ര ദൂരം, എത്ര കോടികൾ മുടക്കിയിട്ട് എത്ര 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 എഫക്റ്റീവ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ഇതുവരെ എഫക്റ്റീവ് ആയിട്ട് നടന്നിട്ടുണ്ടോ? ഇതുവരെ ഇത്ര വർഷങ്ങളായിട്ട് കേരള ഗവൺമെന്റും പ്രൈവറ്റ് ഏജൻസികളും പലതും ശ്രമിച്ചു, നടന്നിട്ടില്ല. ഒന്നും പ്രാക്ടിക്കൽ അല്ല. അതാണ് അതിന്റെ സത്യം. ഇതിനെപ്പറ്റി നമ്മൾ ഡീസന്റ് ആയിട്ട് ഒരു റിസർച്ച് നടത്തി ഈ മൃഗങ്ങളുടെ ബിഹേവിയർ മനസ്സിലാക്കി എങ്ങനെ തടയാമെന്ന് ചിന്തിക്കാൻ അതിനൊരു ഏജൻസി നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ടോ? ഇല്ല. ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല. ബേസിക്കലി ഇതൊന്നും പ്രാക്ടിക്കൽ. എന്തുകൊണ്ടാണ് ഇപ്പം അമേരിക്കയിലെ സിറ്റുവേഷൻ അറിയാലോ, ഇവിടെ എന്തുകൊണ്ടാണ് ഹണ്ടിങ് അലൗ ചെയ്തിരിക്കുന്നത്? അപ്പം ഇത് നല്ല രീതിയിൽ, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഗവൺമെന്റിന് ഇംപ്ലിമെന്റ്, ഞാൻ പറഞ്ഞ കൊന്നൊടുക്കി തീർക്കാന്നുള്ളതല്ല, വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് തന്നെ അത് കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ ചുരുങ്ങിയ മാസങ്ങളിൽ ഹണ്ടിങ് ഏർപ്പെടുത്തുള്ള അമേരിക്ക തന്നെ. അപ്പം ഇപ്പം നിയമമുണ്ട്, നമുക്ക് കാട്ടുപന്നിയെ കൊല്ലാം, വെടിവെച്ച് കൊല്ലാം എന്ന് മാത്രം. വെടിവെച്ച് കൊന്ന കാട്ടുപന്നിയെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കുഴിച്ചിടണം. എത്രമാത്രം മോശമായിട്ടൊരു തീരുമാനമാണത്. ആ മീറ്റ് എടുത്തിട്ട് ലേലം ചെയ്ത് ആർക്കെങ്കിലും കൊടുക്കട്ടെ, ആവശ്യമുള്ള വാങ്ങട്ടെ. വനം വകുപ്പിന് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള പൈസ ഉണ്ടാവണം. അവിടെ ഒരു ഫണ്ട് റേസിംഗ് നടത്താലോ. കൊല്ലുന്നതിനെ Okay, I think we need to have a comparison with the methods used or the models used in United States and the models used in India. I think Sean could answer better that. Sean, how do you deal with such human-animal conflicts in United States? Yeah, that's a great question. There's many different methods that are used in the United States to allow for certain animals to hopefully keep their lives, but also protecting people as well. So something that we practice in Florida is if there are bears that are creating issues close to human settlement, a new method that we've been using is administering a very strong electric taser to the bear. It saves the bear's life. It allows them to associate danger with humans, and that minimizes and reduces the amount of conflict that would take place. Something else that can be used if it's in someone has livestock, for example, livestock guardian dogs. Large dogs can be used to mitigate human-wildlife conflict, and as well as the tasering would work well for crops. I know that elephants have a tendency to raid people's fields, and that's their livelihood. But the elephant is also an endangered species, so it makes for a difficult situation. However, if we can save people's livelihoods and their living, but also protect endangered wildlife, it can really be a fine balance where everybody benefits. But in the United States, for endangered wildlife, we really do try to come up with ways to save both people and wildlife. Another method that can be used is hunting. That depends on the species. If it's protected, you're not allowed to hunt it. But in the United States, certain animals like pigs or deer are allowed to be hunted at certain times of the year where people can eat the meat, and it also keeps the population down to a healthy point. And a lot of the money that people spend on buying hunting licenses goes back into conservation. And so there's many different methods that can be used to protect people from animals like tiger and elephant. And in many ways, I believe that some of these methods that the United States is using could be applied in other countries like India. So which all methods we could adopt in India from United States? And most of these people, they belong to farming community. They might not be very well trained. They might not be having a huge amount of money to meet these expenses. I understand. If there is training that has to occur in the United States, if you do want to hunt, which requires safety training, firearm training, and also following the seasons where certain animals could be taken, or if something is not endangered and it's an agricultural pest, at certain times they can be removed if that's going to threaten the livelihood of that farmer. But hunting can be safe
and enjoyable, but also benefit people and wildlife at the same time. So it could be in India's best interest to try and inject a hunting season or some sort of hunting laws for certain areas. Every single state in the United States has very strict hunting laws, and they have smart people working for them with PhDs and very educated individuals that work on these exact type problems to mitigate these sort of human wildlife conflicts. So it would be in India's best interest, and a lot of countries in the world don't have wildlife law or hunting seasons, and that can really help protect a lot of wildlife, although Yeah, it may not seem, it Sean, might here seem my doubt is counterintuitive. I'm a common civilian. I'm not trained. I have no weapons. But all of a sudden, when I meet with a wild elephant, I'll be shocked. I won't be able to do something. That's the issue. So, how these common civilians could meet this issue? Something that we use in the United States that people use to protect themselves against, for example, an animal like a grizzly bear, is if you know and you're around a community where elephant or tiger could be present, it would be in someone's best interest to carry a very strong pepper spray. You spray it in the eyes of the animal, and it will deter a grizzly bear, which is a very aggressive species of bear that is known to attack people. But if you spray a whole can of pepper spray in the eyes of that bear, it can save the bear's life, it can save the person's life, and it can be a nice measure. So some people in India could carry bear spray, pepper spray. It's not that expensive. ഓക്കെ, താങ്ക് യു സോ മച്ച് ക്രിസ്. അവസാനമായി നമ്മുടെ സമയം വളരെ പരിമിതമാണ്, അതുകൊണ്ടാണ് നമുക്ക് ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ഇല്ല. അതായത് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഇപ്പോൾ ഈ പറയുന്ന പ്രദേശങ്ങളിൽ, ഇതിപ്പോൾ മൂന്നാറാണെങ്കിലും വയനാടാണെങ്കിലും ഇടുക്കി ആണെങ്കിലും ഒക്കെ ഉള്ള ആൾക്കാർ സാധാരണക്കാരാണ്. ഓരോ ദിവസവും രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുകയും റോഡിലേക്ക് ഇറങ്ങി അവരുടെ ആവശ്യങ്ങൾ, ദൈനംദിന ആവശ്യങ്ങൾ, ജീവിത സന്ധാരണം, ഇതിനൊക്കെയായി പുറത്തേക്ക് ഇറങ്ങുന്ന സാധാരണക്കാരായ മനുഷ്യർ. അപ്പോൾ ആ സാധാരണക്കാരായ മനുഷ്യർക്ക് ഏത് മാർഗം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രശ്നത്തെ നേരിടാൻ പറ്റുന്നത്? കാരണം ഇപ്പോൾ വർഷങ്ങളായി സർക്കാരിന് മുന്നിലും പല അധികൃതരുടെ മുമ്പിലും ഇവർ ഈ പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് എന്താ അവർക്ക് ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് അവരെ സംരക്ഷിക്കണ്ടേ? തീർച്ചയായിട്ടും ഇത് ആദ്യമായിട്ട് ഇതിന് ചെയ്യേണ്ടതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ്. അപ്പൊ ഈ നിയമനിർമ്മാണം നടത്തുന്നതിന് മുമ്പേ നമ്മളിപ്പോ തൊട്ടു മുമ്പ് സംസാരിച്ച പോലെ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന പദം തന്നെ തെറ്റാണ്. കാരണം ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് അല്ല ഉണ്ടാകുന്നത്. ഒരു വൈൽഡ് ആനിമലിനെ ഒരു മനുഷ്യൻ നേരിടുമ്പോൾ അവിടെ ഒരു സംഘർഷമാണ് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും വൈൽഡ് ആനിമൽ അറ്റാക്ക് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ അതിനെ ആ രീതിയിൽ തന്നെ നമ്മൾ കാണണം. അതുപോലെ തന്നെ ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ എലിഫന്റ് ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിരിക്കുന്ന 100-ലേറെ സ്ഥലങ്ങളിൽ വന്യമൃഗങ്ങള് റോഡുകളിൽ കൂടി ക്രോസ് ചെയ്യുന്നുണ്ട്. ഈ റോഡുകളിൽ അതിൽ 60ഓളം സ്ഥലങ്ങള് അതീവ ഗുരുതരമായിട്ടുള്ള റെഡ് സ്പോട്ടുകൾ തന്നെയാണ്. കാരണം ഏത് സമയത്തും അവിടെ ആനയുടെ ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടാകാം, പകലോ രാത്രിയോ ഒക്കെ. ഇപ്പൊ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് 2 വീലർ, ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങളാണ്. തീർച്ചയായിട്ടും ഒരു 2 വീലറിൽ ഒരാൾ ചെന്ന് ഇതിന്റെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് മരിച്ചു പോകുകയല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പൊ ഇന്നലെ പൂപ്പാറയിൽ കൊല്ലപ്പെട്ട ശക്തിവേൽ എന്ന് പറയുന്ന ഫോറസ്റ്റ് വാച്ചർ, അയാൾ ആ മൃഗത്തിന്റെ മുന്നിൽ പെടുമ്പോൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ പാടെ ഒരു മുളവടി മാത്രമാണ്. അവിടെ എവിടെയാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും അതിനെ അയാളെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ ഇതിനെ ഒരു വൈൽഡ് ആനിമൽ അറ്റാക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇതിനെ കണ്ടുകൊണ്ട് ഇതിന് ശക്തമായ ഒരു നിയമനിർമ്മാണം നടത്തി ഈ അപകടകാരികളായ മൃഗങ്ങളെ കള്ളി ചെയ്യുകയോ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് റെസ്ക്യൂ ചെയ്ത് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റുകയോ ചെയ്ത് ഇതിന്റെ എണ്ണം പരിമിതപ്പെടുത്തണം. വെറും 12 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഒരു സ്ഥലത്ത് 26ഓ 27ഓ ആനകൾ നിൽക്കുന്നു. അതാണ് ഓരോ വനങ്ങളുടെ അവസ്ഥ. അപ്പം ഇതിന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇതിനെ ഈ കൊന്നു മാറ്റുകയോ അല്ലെങ്കിൽ പിടിച്ചു വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുകയോ അല്ലെങ്കിൽ പിടിച്ച് വിൽക്കണം. ഇപ്പൊ നമ്മൾ ചീറ്റയെ ഇങ്ങോട്ട് ഇറക്കുന്നുണ്ടല്ലോ, ഇതുപോലെ ഈ ആന ഇല്ലാത്ത ഏതെങ്കിലും രാജ്യത്തേക്ക് ഇതിനെ കൊണ്ടുപോകൂ, എന്നിട്ട് വിറ്റ് കാശുണ്ടാക്കൂ. എന്തിന് ഈ മനുഷ്യരെ ഇതുപോലെ കൊലയ്ക്ക് കൊടുക്കണം? ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം ഏത് രീതിയിലായിരിക്കും വരും ദിവസങ്ങളിൽ ഈ പ്രശ്നങ്ങൾ
കാണുക, ഏത് രീതിയിലായിരിക്കും അതിനൊരു പരിഹാരം നിർദ്ദേശിക്കപ്പെടുക, ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. സമയം കുറവായതുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. കാരണം കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടായെങ്കിൽ വീണ്ടും നിങ്ങൾ വരണം, നമുക്ക് ആ സന്തോഷം പങ്കുവയ്ക്കണം. എന്തായാലും താങ്ക് യു സോ മച്ച് നോയൽ, താങ്ക് യു സോ മച്ച് Chris, and a special thanks to Sean for sharing your time and sharing your valuable experience with Malayali audience across the globe. Thank you so much. Hope you enjoyed the show. Thank you everybody. Thank you for having me. Thank you so much. Okay, thank you. എന്തായാലും ഭൂമിയിലെ ആദിവാസികൾ പുഴുവും പൂമ്പാറ്റയും കാക്കയും കീരിയും വവ്വാലുമാണെന്ന സത്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഭൂമിയിലെ വിഭവങ്ങളിൽ അവർക്ക് മനുഷ്യരെക്കാളും അവകാശമുണ്ടെന്ന് വാദിക്കുകയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ക്ഷുദ്രജീവികളെന്ന് മുദ്രകുത്തി ഇവയിൽ പലതിനെയും സ്വന്തം ഭാര്യ തന്നെ കൊല്ലാനായി പരക്കം പായുമ്പോൾ ബഷീറിന് നിസ്സഹായനായി നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. ഭൂമിയിലുള്ള സർവ്വ ജന്തുക്കളെയും കൊന്നൊടുക്കിയ ശേഷം മനുഷ്യൻ മാത്രം അവശേഷിച്ച് ഒടുവിൽ അവനും ഒന്നടങ്കം ചാവുന്ന സന്ദർഭത്തെക്കുറിച്ച് ബഷീർ കഥയിൽ പറയുന്നത് ഇങ്ങനെയാണ്: 500 കൊല്ലത്തിനകത്ത് ഈ ഭൂമിയിലുള്ള സർവ്വ ജന്തുക്കളെയും പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം മനുഷ്യൻ കൊന്നൊടുക്കും. മനുഷ്യൻ മാത്രം ഭൂമിയിൽ അവശേഷിക്കും, എന്നിട്ട് ഒന്നടങ്കം ചാകും. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. എന്തായാലും മനുഷ്യനും ജീവിക്കണം, മൃഗങ്ങൾക്കും ജീവിക്കണം. അത്തരത്തിൽ ഒരു സമരസപ്പെട്ട ജീവിതം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.